ജനങ്ങളുടെ പ്രതികരണം ജനശബ്ദമായി നമ്മളിപ്പോൾ ഗുഡ് മോർണിംഗ് കേരളത്തിൽ കേട്ടു. നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ, ഒപ്പം വെള്ളം, അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യതക്കുറവ് അടക്കമുള്ള പ്രശ്നങ്ങൾ വലിയ തോതിൽ ജനങ്ങൾ കഴിഞ്ഞ കുറച്ചധികമായി ചെയ്യുന്ന റിപ്പോർട്ടുകളിൽ വിഷ്ണുവും സിബിയും അടക്കമുള്ളവർ അത് കാണുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ശക്തമായ സൂചന ജനങ്ങളിപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം പരസ്യ പ്രചാരണം അവസാനിച്ചു. ഇന്ന് നിശബ്ദ പ്രചാരണത്തിൻ്റെ ദിവസം. നാളെ വോട്ടെടുപ്പ്. വിശദാംശങ്ങൾ. തീർച്ചയായും കാവ്യ, ഹരിയാനയിൽ നാളെ വോട്ടെടുപ്പിലേക്ക് നീങ്ങുകയാണ്. പോളിംഗ് ബൂത്തിലേക്ക് ഹരിയാനയിലെ വോട്ടർമാർ എത്തുകയാണ്. 90 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് നാളെ വോട്ടെടുപ്പ്. ഒറ്റത്തവണയായിട്ടാണ് ഹരിയാനയിൽ വോട്ടെടുപ്പ്. എന്തായാലും ഇന്നലെ പരസ്യ പ്രചാരണമല്ലാതെയും അവസാനിച്ച് ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണമാണ്. ഇതിൽ കാവ്യ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 10 വർഷത്തെ BJP ഭരണത്തിനൊരു അവസാനം ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ ഒരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ള ആണ് ഉറ്റുനോക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കുമ്പോൾ അവിടെ ഹരിയാനയിൽ 10 സീറ്റ് ഉണ്ടായിരുന്ന BJPക്ക് 5 സീറ്റിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. വലിയ രീതിയിൽ കോൺഗ്രസ് അവിടെ തിരിച്ചു വരുന്ന ഒരു സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യമെല്ലാം നിലയും അവിടെ ഉണ്ട്. എന്തായാലും പ്രത്യേകിച്ച് അവിടെ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും അതുകൂടാതെ ഈ കർഷകരുടെ പ്രശ്നം, കർഷക സമരം ഏറ്റവും കൂടുതൽ അലതല്ലിയ ഒരു സംസ്ഥാനം കൂടിയാണ് ഹരിയാനയും പഞ്ചാബും. ഹരിയാന എന്ന് പറയുന്നത് സ്വാഭാവികമായും കർഷക സമരം ഏറ്റവും കൂടുതൽ ആഞ്ഞടിച്ച ഒരു സംസ്ഥാന നിലയിൽ കർഷകരുടെ പ്രശ്നങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. അതുകൂടാതെ ഗുസ്തി താരങ്ങളുടെ നാടാണ് ഹരിയാന എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അവിടെ അക്കാഡകളെല്ലാം തന്നെ നിരവധിയുണ്ട്. അവിടെ വിനേഷ് ഫോർട്ട് അടക്കമുള്ള സ്ഥാനാർത്ഥികൾ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നു, സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അങ്ങനെയെല്ലാം തന്നെയും ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധവും അതുകൂടാതെ മറ്റ് അഗ്നിപഥ അടക്കമുള്ള നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന എന്ന് പറയുന്നത്. സ്വാഭാവികമായും അത് BJPക്ക് വളരെ വലിയ തിരിച്ചടി തന്നെയാണ്. പലപ്പോഴും ഈ ഒരു പ്രചരണഘട്ടത്തിൽ BJP സ്ഥാനാർത്ഥിക്ക് പല മണ്ഡലങ്ങളിലും എത്തി വോട്ട് ചോദിക്കാൻ പോലും ചോദിച്ചെത്താൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ടായി. പലയിടത്തും വളരെയധികം കർഷക രോഷമുയർന്നു. പലയിടത്തും BJP വനിതാ സ്ഥാനാർത്ഥികൾക്കടക്കം ഓടി രക്ഷപ്പെടേണ്ട സാഹചര്യം പോലും പ്രചരണ രംഗത്ത് ഹരിയാനയിൽ ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനെല്ലാം ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിരുന്നു. സ്വാഭാവികമായും അതുകൊണ്ട് കോൺഗ്രസ് വളരെ വലിയ പ്രതീക്ഷയിലാണ്. ഈ തവണ 10 വർഷത്തിന് ശേഷം തിരിച്ചു വരുമെന്ന ഒരു വലിയ പ്രതീക്ഷയിൽ കോൺഗ്രസ് നിൽക്കുന്നു. പക്ഷേ എങ്കിൽ പോലും കോൺഗ്രസിനുള്ളിൽ പോലും ചില അസ്വാരസ്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാ നിലയും അവിടെയുമുണ്ട്. പ്രത്യേകിച്ച് അവിടെ ഭൂപീന്ദർ സിംഗ് ഹൂഡയും കൂടാതെ കുമാരി ഷെൽജിയും എല്ലാം നിലയും മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയുള്ള അടിയും കോൺഗ്രസ് തുടങ്ങിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇത്തവണ കോൺഗ്രസിന് അനുകൂലമായൊരു ഘടകമുണ്ട് എന്ന് തന്നെയാണ് എന്നൊരു വിലയിരുത്തലാണുള്ളത്. പ്രത്യേകിച്ച് അവിടെ ഇന്ത്യ സഖ്യമായിട്ട് തന്നെ പല മണ്ഡലങ്ങളും മത്സരിക്കുന്നു. ഇതിൽ എടുത്തു പറയേണ്ടത് CPIM അവിടെ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്നു. ഭിവാനി മണ്ഡലത്തിൽ CPIMൻ്റെ ഓം പ്രകാശ്, അദ്ദേഹം ജില്ലാ സെക്രട്ടറി കൂടിയാണ്, അദ്ദേഹം മത്സരിക്കുന്നുള്ളതാണ്. അദ്ദേഹം അവിടെ കർഷക സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളാണ്. കൂടാതെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് നിലയിൽ വളരെ സ്വീകാര്യത അദ്ദേഹത്തിനും ഭിവാനി മണ്ഡലത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെല്ലാം തന്നെയും വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഹരിയാന എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു, ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകുന്നു. അതേസമയം തന്നെ അവിടെ BJPയെ സംബന്ധിച്ച് വളരെ വലിയ തിരിച്ചടി ഭയമുണ്ടാകുന്നു. ഏറ്റവും ഒടുവിലായി ഇന്നലെ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പരസ്യ പ്രചാരണ വേദിയിലേക്ക് മുൻപ് കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയ അശോക് തൻവർ അടക്കമുള്ളവർ തിരിച്ചെത്തിയ ഒരു ആത്മവിശ്വാസം കൂടി കോൺഗ്രസിനുണ്ട്. അങ്ങനെ വളരെ വലിയ രീതിയിൽ രാഷ്ട്രീയമായ രീതിയിലും പ്രത്യേകിച്ച് കർഷക സമരം നേരിട്ട് ബാധിക്കുന്ന ഒരു സംസ്ഥാന നിലയിൽ എല്ലാ നിലയും വളരെ പ്രാധാന്യമേറിയ ഒരു തിരഞ്ഞെടുപ്പാണ് അല്ലെങ്കിൽ വോട്ടെടുപ്പാണ് നാളെ ഹരിയാനയിൽ നടക്കാൻ പോകുന്നത്. കാവ്യ.